കൂട്ടുകാരെല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പുഷ്പമേളയായ പൂപ്പൊലി 2026 കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. ജനുവരി 1 മുതൽ 15 വരെയാണ് ഈ ഷോ നടക്കുന്നത്. വയനാട്ടിലെ അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ കീഴിലാണ് ഇത് നടക്കുന്നത്. അഗ്രി ഫെസ്റ്റും മനോഹരമായിട്ട് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. അത് കൃത്രിമ തടാകത്തിലെ ജലധാരയാണ്. നൈറ്റ് വ്യൂ സൂപ്പറാണ് കേട്ടോ. പൂക്കളുടെ ഒരു വർണ്ണ വിസ്മയം തന്നെയുണ്ട്. വെറൈറ്റി ഡാലിയ പൂക്കളാണിത് കേട്ടോ. ഒരു തട്ടുള്ള ഡാലിയ പൂക്കൾ കണ്ടോ, എന്ത് മനോഹരമായിട്ടാണ് വിരിഞ്ഞു നിൽക്കുന്നത്. വിവിധ ഇനം പൂക്കൾ ഇവിടെ നട്ടു വളർത്തി, വിത്ത് ഇട്ട് മുളപ്പിച്ച് നട്ടു വളർത്തിയതാണ്. ജമന്തി പൂക്കളും ചെണ്ടുമല്ലി പൂക്കളും നമ്മളറിയാത്ത പേരുകളുള്ള ഒരുപാട് പൂക്കളുണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്ക് പറയാൻ അറിയില്ല. കണ്ടോ, ഇതൊക്കെ ഈ തവണ വിരിഞ്ഞ പൂക്കളാണെന്നാണ് പറയുന്നത്. ബട്ടർഫ്ലൈ ഒക്കെ ഇങ്ങനെ പറക്കുന്നതൊക്കെ ഉണ്ട്. എനിക്ക് ക്യാമറയിൽ അതൊന്നും പറ്റിയില്ല കേട്ടോ. ഇതാ മാനുകൾ കണ്ടില്ലേ, ഇത് സ്റ്റാച്ചു ആണേ. കുട്ടികൾക്കൊക്കെ കൗതുകം ഉണർത്തും. അവക്കാഡോ സിറ്റി എന്നാണ് അമ്പലവയലിനെ പറയുന്നത്. അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട്. കുറേ വിവിധ ഇനം പ്രതിമകളൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. മുതിർന്നവർക്കായാലും കാണാൻ ഒരുപാടുണ്ട് കേട്ടോ. 2 അരയാനങ്ങൾ കണ്ടില്ലേ ഈ തടാകത്തിൽ. വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഇത് നട്ടു വളർത്തിയിട്ടുള്ളത്. ഇതാ പൂക്കളുടെ ഇടയിലൊരു പാമ്പ്. കുട്ടികളൊക്കെ പേടിക്കും. ഇത് സ്റ്റാച്ചു ആണ്. വെറുതെ ഒരു രസത്തിനായിരിക്കും അല്ലേ. പൂക്കളുടെ ഇടയിലൂടെ ഇങ്ങനെ നമുക്ക് നടന്നു പോകാൻ നല്ല രസമാണ് കേട്ടോ. ഇത് പകലത്തെ വ്യൂ ആണേ. നൈറ്റ് വ്യൂ ഇതിലും നല്ലതാണ്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോഴേ സൂപ്പറാണ്. കുട്ടികളുടെ പാർക്കിൻ്റെ ഒക്കെ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ. എല്ലായിട്ട് തിരുവനന്തപുരം സ്പെഷ്യൽ പായസം പോളി ഉണ്ടായിരുന്നു. ഞാനിതുവരെ കേട്ടിട്ടേ ഉള്ളൂ, കഴിച്ചിട്ടില്ല കേട്ടോ. ഇവിടെ 3 പയ്യന്മാർ വളരെ നീറ്റായിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ലൈവായിട്ട് തന്നെ. 3 തരത്തിലുള്ള പായസമുണ്ട്. പാലടയും പരിപ്പും പിന്നെ ചെറുപയർ പായസവും. ഞാൻ പാലടയും ബോളിയും കൂടിയാണ് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം 10 വർഷമായിട്ട് പൂപ്പൊലി നടക്കുന്ന ഗ്രൗണ്ടിൽ പായസം പൊളി കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിത് കഴിച്ചത് കേട്ടോ. വേറെയും കുക്കിംഗ് സ്റ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് മത്സ്യകന്യകയുടെ സ്റ്റാളാണേ. എല്ലാവർക്കും കൗതുകം ഉണർത്തുന്ന കാഴ്ചകളൊക്കെ തന്നെയാണല്ലേ ഇത്. പൂക്കൾ പല രീതിയിലാണ് നട്ടു വളർത്തിയിട്ടുള്ളത്. ഇത് കുഞ്ഞു ചെടിയിൽ വലിയ ഡാലിയപ്പൂവാണ്, തട്ടായിട്ടുള്ള. സ്റ്റേജ് ഷോകളൊക്കെ ഡെയിലി നടക്കാറുണ്ട് കേട്ടോ. നാടൻ പാട്ടും കുട്ടികളുടെ കലാപരിപാടികളും. ഈ സമയത്ത് ഒരു ടെഡി ബിയർ ഉണ്ട് അവിടെ നന്നായിട്ട് കളിക്കുന്നത്. ഈ ടെഡി ബിയർ ഒരു സ്ഥാപനത്തിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ആയിട്ടാണ് ഈ ടീം വന്നിട്ടുള്ളത് കേട്ടോ. കൂടെ കാണികളും കൂടി കളിക്കുന്നുണ്ട്. ഗെയിമുകളും യന്ത്രഊഞ്ഞാലും കുട്ടികളെ മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഗ്രൗണ്ടൊക്കെയാണ്. വിവിധ ഇനം സ്റ്റാളുകളും എല്ലാം ഉണ്ട് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിം ഷോകളൊക്കെ ഉണ്ട് കേട്ടോ. ജമന്തിപ്പൂക്കളുടെ വെറൈറ്റി കളേഴ്സാണിത്. കൃത്രിമമായിട്ടുള്ള വാട്ടർഫോൾസൊക്കെയാണിത്. സ്റ്റാച്യു കണ്ടില്ലേ. നല്ല മനോഹരമായ പക്ഷികളുടെ തന്നെ ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ പ്രദർശന നഗരിയിൽ. ഇതാ സുന്ദരിയായിട്ട് മഞ്ഞ തൊപ്പി വെച്ചൊരു തത്ത. ഉറക്കമായിരുന്നു, ഞങ്ങൾ അടുത്ത് പോയപ്പോഴത്തേക്ക് ഉണർന്നു. പല ടൈപ്പ് കോഴികളും ഒരു വെറൈറ്റി പക്ഷിയാണ് കേട്ടോ ഇത്.